ഇന്ന് ഞാൻ ആക്ച്വലി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പുള്ളി ഒരു ബിസിനസ് പേഴ്സൺ ആണ്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പുള്ളി ഒരു ബിസിനസ്സിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി, ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പം പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് നമ്മൾ ഈ പറയുന്ന പോലെ വളരെ ലോങ് ടേമിന് ശേഷമാണല്ലോ നമ്മൾ അതിനകത്ത് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം പുള്ളി പറയുന്നത്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിലാണ് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. സോ വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ഓർ എനി അതർ ഇൻവെസ്റ്റ്മെന്റ്സ്? ബിക്കോസ് എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, എന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒക്കെ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടി പൈസ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. സോ വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സിമിലർ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡർ, പുള്ളി പറഞ്ഞ ഒരു കോട്ടാണ്, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. അതായത് നമുക്ക് ബിസിനസ് കൊണ്ട് നമ്മുടെ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യാണ്, നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രോഫിറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ വീണ്ടും എന്റെ ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എന്റെ ഫുൾ എമൗണ്ടും ഞാൻ എന്റെ ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഒരു മാർക്കറ്റ് റിസ്കോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കാരണം, ഹൈ കോമ്പറ്റീഷൻ കാരണം ഉണ്ടാകുന്ന റിസ്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേറ്ററി ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന റിസ്കോ, അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കുറയുമ്പോൾ ഉണ്ടാകുന്ന റിസ്കോ, ഇതൊക്കെ എനിക്ക് എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളുടെ ലോങ് ടേം ഗോൾസ്, അത് പേഴ്സണൽ ഗോൾസ് ആവാം, ലോങ് ടേം ബിസിനസ് ഗോൾസ് ആവാം, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ലോങ് ടേം ഗോൾസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന് നമ്മൾ ഒരിക്കലും സഡൻ റിട്ടേൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വളരെ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് വളരെ ഹയർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല ഈ പറയുന്ന സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക്സ്, അതിപ്പോ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസ്ക്സ് ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന റിസ്ക്സ് ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സിന്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസീസിന്റെ ബേസിസിലാവാം. ഇത് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എല്ലാ ഫണ്ട്സും ബിസിനസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നിൽക്കട്ടെ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആണ് ഈ ഒരു റിക്വയർമെന്റ് വന്നത്, അതായത് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്ത് എമർജൻസി റിക്വയർമെന്റോ ആ സമയത്ത് വന്നു എന്നിരിക്കട്ടെ. ഞാൻ ഓൾറെഡി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എനിക്ക് അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് തിരിച്ച് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സിൽ കണക്റ്റഡ് ആയിട്ട് എൻ്റെ ക്ലയൻസ് ഉണ്ട്, എൻ്റെ വർക്കേഴ്സ് ഉണ്ട്, എൻ്റെ പലതരത്തിലുള്ള വെൻഡേഴ്സ് ഉണ്ടാവും, എനിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനകത്ത് ലിങ്ക്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിനകത്ത് നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അത് എൻ്റെ ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യും, ബാക്കി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ബിസിനസ്സിനെയും അവരുടെ റിക്വയർമെന്റ്സിനെയും അത് എഫക്ട് ചെയ്യും. അത് എൻറ്റയർലി എൻ്റെ ബിസിനസ് മോഡലിനെ തന്നെ എഫക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇപ്പോഴേ തന്നെ നമുക്കുണ്ടാവുന്ന ബിസിനസ് പ്രോഫിറ്റ്സിനോ അല്ലെങ്കിൽ ബിസിനസ് സർപ്ലസ് ചെയ്യുന്നോ നമ്മൾ ഒരു ചെറിയ പോർഷൻ എപ്പോഴും ഒരു സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തന്നെ പോകണം. അത് നമ്മളുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയിട്ടോ, അത് പേഴ്സണൽ ആവാം, ബിസിനസ് ഗോൾസ് ആവാം, അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോകണം. എപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിന് ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി, ഇപ്പൊ ബിസിനസ് ഒരിക്കലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി അല്ല. അവിടെ നമുക്ക് ലോസസ് ഉണ്ടാവാം, പ്രോഫിറ്റ്സ് ഉണ്ടാവാം, സക്സസ് ഉണ്ടാവാം, ഡിഫീറ്റ്സ് ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഒരു വളരെ അൺസർട്ടൺ ആയിട്ടുള്ള, വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നമുക്ക് വൈസായിട്ട് ചൂസ് ചെയ്യാനുള്ളത്. സോ ഈ കാര്യമാണ് എനിക്ക് എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും
അവർ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഇൻകമിനെക്കാട്ടിലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മുടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട്സ് അല്ല ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യാനായിട്ടും നമുക്ക് എന്തെങ്കിലും എമർജൻസീസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇതിനെ രണ്ടിനെയും ക്ലബ് ചെയ്യരുത്. ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ പർപ്പസ് വേറെയാണ്, ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് വേറെയാണ്. സോ ഈ ഡിഫറൻസ് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, അതിപ്പം ബിസിനസിന്റെ കാര്യമാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടി വരുന്ന ക്യാപിറ്റൽസും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സും സർപ്ലസും എല്ലാം അതിന്റെ മേജർ പോർഷൻ നമ്മുടെ ബിസിനസ്സിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇഫ് യു ഹാവ് ഐഡിയാസ് ആൻഡ് ഇഫ് യു ഹാവ് ഡിമാൻഡ്സ്, നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ബിസിനസ്സിനെ എത്രത്തോളം വലുതാക്കുക, അതാണ് നമ്മൾ എല്ലാ ബിസിനസ് പേഴ്സൺസിന്റെയും ഏറ്റവും മേജർ എയിം. ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ മേജർ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിന് അയാളുടെ മേഖലയിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഏറ്റവും വലിയൊരു ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഒട്ടുമിക്ക ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെയും മേജർ എയിം. അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്താലും നമുക്ക് ഒരു സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് എപ്പോഴും നമുക്ക് കരുതണം, ഒരു സെക്യൂരിറ്റി എന്ന നിലയ്ക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാരണത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാത്ത ആൾക്കാരല്ല. നമ്മളുടെ റീസൺ ആയാലും നമ്മളുടെ കാരണം കൊണ്ടായാലും നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്കായാലും നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ എപ്പോഴെങ്കിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് എടുക്കുന്നത്. അതേപോലെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ വെൽ ആൻഡ് ഗുഡ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു 1 or 2 or maybe 5 years വരെയുള്ള ബിസിനസ് പ്രൊജക്ഷൻസ് ഒക്കെ എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുമായിരിക്കും ഇപ്പോഴത്തെ മേജർ സിനാരിയോസ് വെച്ചിട്ട്. പക്ഷെ ഈ പീരിയഡ് ഗ്രാജുവലി പോകുന്നതിനനുസരിച്ച് ഈ ബിസിനസ് ഫീൽഡിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ചേഞ്ചസിനെല്ലാം നമുക്ക് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണം എന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ ബിസിനസ്സിനെ നമുക്ക് റീവാമ്പ് ചെയ്ത് അല്ലെങ്കിൽ റീഡിസ്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഈ സെക്കൻഡറി ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ചെയ്യുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഫ്യൂച്ചർ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നമ്മൾ ഇതൊരു ആഷ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. സോ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ബിസിനസ് പേഴ്സൺസ് ആയാലും സാലറിഡ് ആയിട്ടുള്ള ആൾക്കാരായാലും എപ്പോഴും നമുക്ക് ഒരു ബാക്കിംഗ് ഉണ്ടാവണം, ഒരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വന്നിട്ട് നമുക്കൊരു ഒരു ഹിക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബിസിനസ് പേഴ്സൺസ് ആയാലും അല്ല സാലറിഡ് ആൾക്കാരായാലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടി, അല്ലെങ്കിൽ ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നാലും അവര് ചെറിയ എമൗണ്ട് വെച്ചിട്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അവരുടെ ഫ്യൂച്ചറിന് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും സ്റ്റഡീസ് ആയിട്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thanks for watching. Happy investing.